അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മൈ ഡിയർ ഹബീബീസ് ആൻഡ് ഹബീബ്ദീസ്. അപ്പോൾ ഇന്ന് ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. പല നാളായിട്ടും എൻ്റെ മനസ്സിലൊരു ആഗ്രഹമാണ്. അതായത് പടച്ചവൻ്റെ വിധി കാരണം എനിക്കുണ്ടായ ഒരു നിഅമത്തുകളെ കുറിച്ച് ഒന്ന് വാചാലനാകണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. എന്താണ് വിധി എന്നുള്ളത്? വിധി എന്ന് പറഞ്ഞാൽ അറബിയിൽ നാം പറയും ഖദറും ഖലാ എന്നൊക്കെ. ഇതിനോടുള്ള വിശ്വാസം നമുക്കിടയിൽ പലർക്കും ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഒരു മുഅ്മിന്റെ ഈമാനിന്റെ അടിസ്ഥാനമാണ് ഖദർ ഖലാഇനെ കൊണ്ട് വിശ്വസിക്കുക എന്നുള്ളത്. അത് നമ്മളിൽ പലരും മനസ്സിലാക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പല ദുരിതങ്ങളും പല സങ്കടങ്ങളും സന്തോഷങ്ങളും നടക്കുന്നുണ്ട്. ഇതൊക്കെ നടക്കുന്നത് പടച്ചവന്റെ കണക്ക് പ്രകാരമാണ്. അല്ലാഹുമ്മ ലാ മാനിഉ ലിമാ അഅതൈത വലാ മുഅ്തി ലിമാ മനഅത വലാ റാദ്ദു ലിമാ ഖളൈത വലാ മുബദ്ദിലു ലിമാ ഹകംത. ഈ ഒരു ദിക്ർ നാം ഓരോരുത്തരും നമസ്കാരാനന്തരം പറയുന്നുണ്ട്. എങ്കിലും നമുക്ക് ഇതിന്റെ അർത്ഥം മനസ്സിലാകുന്നില്ല. ഇതിന്റെ അർത്ഥം എന്തെന്ന് വെച്ചാൽ അല്ലാഹുമ്മ ലാ മാനിഉ ലിമാ അഅതൈത, അല്ലാഹുവേ നീ നൽകാൻ ഉദ്ദേശിച്ച ഒന്നിനെ തടയാൻ ഈ ലോകത്ത് ആരുമില്ല. കാരണം പടച്ചവന്റെ ഖദർ എന്താണോ അത് നമ്മുടെ ജീവിതത്തിൽ നടക്കുക തന്നെ ചെയ്യും. വലാ മുഅ്തി ലിമാ മനഅത, പടച്ചവൻ തടഞ്ഞു ഒന്നിനെ തരാൻ പറ്റുന്ന ഒരാളും ഈ ദുനിയാവിലില്ല. വലാ മുബദ്ദിലു ലിമാ ഹകംത, റബ്ബേ നീ വിധിച്ച ഒന്നിനെ മാറ്റിമറിക്കാനുള്ള കേൾപ്പുള്ള ശേഷിയുള്ള ഒരാളും ഇവിടെയില്ല. വലാ റാദ്ദു ലിമാ ഖളൈത, നീ വിധിച്ച ഒന്നിനെ തട്ടാനുള്ള കഴിവുള്ള ഒരാളും ഈ ദുനിയാവിലില്ല. ഇത്രമാത്രം അർത്ഥവത്തായ ഒരു ദിക്റാണ് നാം ഓരോരുത്തരും നമസ്കാരാനന്തരം പറയുന്നത്. നാം ഒക്കെ ചില സമയത്തൊക്കെ നാം വിചാരിക്കും പടച്ചവനെ നാം നമസ്കരിക്കുന്നുണ്ട്, നാം നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ട്, തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ട്, ളുഹ ഇങ്ങനെ സുന്നത്തുകളൊക്കെ ചെയ്യുന്നുണ്ട്, എന്നിട്ട് പോലും എൻ്റെ ജീവിതത്തിലുള്ളതാണെങ്കിലോ വെറും കഷ്ടതകളും ദുരിതങ്ങളും മാത്രമാണെന്നൊക്കെ പലരും ചിന്തിച്ചിട്ടുണ്ടാകാം. നമ്മുടെ ഇടയിൽ ഒരു ദുഷിച്ച സ്വഭാവമുണ്ട്. നാം ഓരോരുത്തരും മറ്റുള്ളവരെ നമ്മുടെ ജീവിതത്തിലേക്ക് കമ്പയർ ചെയ്യും. റബ്ബേ അവനക്ക് നീ ഒരുപാട് സമ്പത്ത് കൊടുത്തു, അവനക്ക് ബെൻസ് കാർ കൊടുത്തു, അവനക്ക് ഒരു വലിയ വീട് കൊടുത്തു, അവൻ ജീവിതത്തിലാണെങ്കിലോ നമസ്കരിക്കുന്നില്ല, നോമ്പ് അനുഷ്ഠിക്കുന്നില്ല, നീ പറഞ്ഞ വഴിയിൽ സഞ്ചരിക്കുന്നില്ല, അത്രമാത്രം മോശത്തരങ്ങൾ ചെയ്യുന്നവനാണ്, എന്നിട്ട് പോലും അവനക്ക് നീ നിഅമത്ത് ചെയ്തു. എനിക്കാണെങ്കിലോ ഒന്നും നൽകിയില്ല, ഞാനാണെങ്കിലോ നമസ്കരിക്കുന്നവനാണ്, നീ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്യുന്നവനാണ്. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു ബാഡ് കമ്പാരിറ്റീവ് സ്റ്റഡീസ് അല്ലെ. നാം മറ്റുള്ളവരെ ജീവിതത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് താരതമ്യം ചെയ്യും. നേരെ മറിച്ച് നാം ഇവിടെ പോസിറ്റീവായിട്ട് ചിന്തിക്കണം. പടച്ചോൻ നമുക്ക് ഇബാദത്ത് ചെയ്യാനുള്ള വഴി തുറന്നു തന്നു, അതിനുള്ള തൗഫീക്ക് തന്നു. നേരെ മറിച്ച് അവനാണെങ്കിലോ അതിനുള്ള തൗഫീക്ക് നൽകിയിട്ടില്ല. പടച്ചോൻ ദുനിയാവിൽ നിനക്ക് ഒന്നും തന്നിട്ടില്ലെങ്കിലും പടച്ചോന്റെ വിധി നിനക്ക് ഇതിനേക്കാൾ 10 മടങ്ങ് ഇരട്ടിപ്പിച്ചുകൊണ്ട് ആഖിറത്തിൽ തരാനായിരിക്കും. അങ്ങനെയാണ് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അജബൽ ലി അംറിൽ മുഅ്മിൻ, ഒരു മുഅ്മിന്റെ കാര്യം എന്തൊരു അത്ഭുതമാണ്. കാരണം എന്തെന്നറിയോ, ആ മുഅ്മിന് ഖദർ ഖലായിൽ അത്രമാത്രം വിശ്വാസമുള്ളവനായിരിക്കും. കാരണം അവൻക്ക് എന്തെങ്കിലും നല്ലത് വന്നാൽ, സന്തോഷം വന്നാൽ അവൻ പറയും ഇത് അള്ളാഹുവിൽ നിന്നാണ്, അൽഹംദുലില്ലാ, ഇത് പടച്ചവൻ എനിക്ക് തന്നതാണ്. ഇനി അവന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ദുരിതങ്ങൾ വന്നാൽ അവൻ പറയും അൽഹംദുലില്ലാ, ഇത് പടച്ചവന്റെ ഭാഗത്തുള്ള എനിക്കുള്ള പരീക്ഷണമാണ്. ഇങ്ങനെ ആയിരിക്കണം നാം ഓരോരുത്തരും. ഇതാണ് ഒരു യഥാർത്ഥ മുഅ്മിന്റെ ലക്ഷണവും പോലും. ഇനി എൻ്റെ ജീവിതത്തിൽ പടച്ചവന്റെ വിധി കൊണ്ടുണ്ടായ ഏറ്റവും വലിയ നിഅമത്തുകളെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. അതിൽ പ്രഥമമായത് എന്നെ ഈ നിലക്ക് വളർത്തി വലുതാക്കിയ, എനിക്ക് ദീനിന്റെ വഴി കാണിച്ചു തന്ന എൻ്റെ മാതാപിതാക്കൾ. അത് എനിക്ക് പടച്ചവൻ തന്ന ഏറ്റവും വലിയ നിഅമത്താണ്. കാരണം ആ മാതാപിതാക്കൾ എങ്ങാനും എനിക്ക് ഉണ്ടായിരുന്നില്ല എങ്കിൽ ഞാൻ ചിലപ്പോൾ എൻ്റെ ഈ ഒരു സക്സസ്ഫുൾ വഴിയിൽ ഞാൻ ഉണ്ടാവുമായിരുന്നില്ല. രണ്ടാമത്തെ നിഅമത്ത് എന്നെ ജീവൻ തുല്യം സ്നേഹിക്കുന്ന എൻ്റെ 2 പെങ്ങന്മാർ. അതോടൊപ്പം ഒരു കാര്യം പറയാണ്, അതായത് എൻ്റെ വീട്ടിൽ ഗ്ലാസ് ഒക്കെ പൊട്ടിക്കഴിഞ്ഞാൽ ഉമ്മ ചിലപ്പോൾ ചീത്ത പറയും. ആ സമയത്ത് ഉമ്മയോട് പറയും, ഉമ്മ ഇത് പടച്ചവന്റെ വിദ്യയാണ്, പടച്ചവന്റെ ഖദറാണ്, ആ ഗ്ലാസ് പൊട്ടാനാണ് ഇതിന്റെ ഖദർ, അതുകൊണ്ടാണ് അത് പൊട്ടിയത് എന്ന് പറയും. ഇങ്ങനെ പല കാര്യങ്ങളിലും ഞാൻ ഉമ്മയോട് പറയും, ഉമ്മ അത് പടച്ചവന്റെ ഖദർ ഖലാണ്. അവസാനം എൻ്റെ കുഞ്ഞു പെങ്ങള് അവളുടെ കോണ്ടാക്ട് ഫീഡിലെ എൻ്റെ പേര് അബ്ദുസമദ് എന്ന് മാറ്റിയിട്ട് ഖദർ ഖല എന്ന് സേവ് ചെയ്തു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അത് ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുന്നത്. അപ്പൊ പറഞ്ഞു വന്നത് ഖദർ ഖലായിൽ നാം ഓരോരുത്തരും വിശ്വസിക്കണം. ഇനി മൂന്നാമതായിട്ട് റഹ്മാനായ അല്ലാഹു സുബ്ഹാനഹു വതആല എനിക്ക് കനിഞ്ഞേകിയ നിഅമത്താണ് സൽസ്വഭാവിയായിട്ടുള്ള എൻ്റെ ഭാര്യ. അതിന്റെ പിന്നിൽ ഒരു വലിയ കഥയുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് 2020 എൻ്റെ പഠനം പൂർത്തിയാക്കിയതിനു ശേഷം ഞാൻ കർണാടകയിലെ പ്രമുഖ സ്ഥാപനത്തിലൊന്നായ ദാറുന്നൂർ കാശിപട്ന എഡ്യൂക്കേഷൻ സെന്റർ, അവിടെ ഞാൻ ജോലിക്ക് കയറി. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ, നല്ല നിലക്ക് ജോലിയൊക്കെ പോയിക്കൊണ്ടിരുന്നു. ആ സമയത്താണ് എൻ്റെ ബഹുമാനപ്പെട്ട പിതാവ് എന്നെ ഫോൺ വിളിച്ചുകൊണ്ട് ഒരു കാര്യം പറയുന്നത്, മോനെ ഉസ്താദ് വിളിച്ചിരുന്നു. ഈ ഉസ്താദ് എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ മേജർ പോയിന്റ് ആയിട്ടുള്ള വിദ്യാഭ്യാസവും കല്യാണവും നടത്തുന്ന ഒരു വ്യക്തിയാണ്. എന്നെ ഇൽമു പഠിപ്പിച്ചിട്ടില്ലെങ്കിലും എനിക്ക് ഗുരുതുല്യ ബഹുമാനവും സ്നേഹവുമാണ് അദ്ദേഹത്തോടുള്ളത്. അതായത് ഉസ്താദിന്റെ ഒരു ശിഷ്യത്തി കല്യാണം അന്വേഷിക്കുന്നുണ്ട്. അവൾക്കൊരു ആഗ്രഹമാണ് ഉദവിനെ തന്നെ കെട്ടണം എന്നുള്ളത്.
ഉസ്താദ് ഏറ്റവും അടുത്തറിയുന്ന ഒരു ഹുദവി നീ ആയതുകൊണ്ട് ഉസ്താദ് എനിക്ക് വിളിച്ച് ചോദിച്ചിരുന്നു മോന് കല്യാണം അന്വേഷിക്കുന്നുണ്ടോ എന്നൊക്കെ. ആ സമയത്ത് ഞാൻ ഉപ്പാനോട് പറഞ്ഞു, ഉപ്പ എനിക്ക് 2 പെങ്ങന്മാരുണ്ട്. കാരണം നമ്മുടെ നാട്ടിലൊക്കെ പെങ്ങന്മാരെ കല്യാണം കഴിയാതെ ജ്യേഷ്ഠൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ പല ആൾക്കാരും പലതും പറഞ്ഞു നടക്കും. എനിക്കെന്താ ഇത്ര തിരക്ക്, ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും പറഞ്ഞു നടക്കും. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഉപ്പാട് പറഞ്ഞു, ഉപ്പ 2 പെങ്ങന്മാരുണ്ടല്ലോ, പെങ്ങന്മാരൊക്കെ കല്യാണം കഴിഞ്ഞതിന് ശേഷമായിക്കോട്ടെ എൻ്റെ കല്യാണം. അങ്ങനെ ഉപ്പ ഉസ്താദിനെ വിളിച്ച് പറഞ്ഞു, ഉസ്താദെ മകനെ ഇപ്പോൾ കല്യാണം അന്വേഷിക്കുന്നില്ല, ഇനി ഇൻഷാ അള്ളാ 2 വർഷം കഴിഞ്ഞിട്ടാണ് മകനെ കല്യാണം നോക്കുക. ആ സമയത്ത് ആ പെണ്ണുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഉസ്താദെ ആ പെണ്ണിനെ കൊണ്ട് തന്നെ നമുക്ക് കെട്ടിക്കാന്ന് പറഞ്ഞു. അങ്ങനെ കാലം കഴിഞ്ഞു പോയി. 2020 കൊറോണ സമയമാണ്. ആ സമയത്ത് അൽഹംദുലില്ലാഹ് എൻ്റെ ആദ്യ പെങ്ങളെ കല്യാണം വളരെ ഭംഗിയായി നല്ല നിലക്ക് കഴിഞ്ഞുപോയി. അങ്ങനെ 2022 ആകുമ്പോഴത്തേക്ക് എൻ്റെ കുഞ്ഞു പെങ്ങളെ കല്യാണ അന്വേഷണം വന്നുകൊണ്ടേയിരുന്നു. അവസാനം ഒരു കല്യാണ അന്വേഷണം സെറ്റായി. ഞാൻ ഉമ്മയോട് പറഞ്ഞുകൊണ്ടേയിരുന്നു, അതായത് 2021 22 പറഞ്ഞുകൊണ്ടിരുന്നു, ഉമ്മ എൻ്റെ വയസ്സ് 24 25 കല്യാണം എപ്പോഴാണെന്നൊക്കെ ചോദിച്ചുകൊണ്ടേയിരുന്നു. അത് വേറെ ഭാഗം. ഓക്കെ, എൻ്റെ പെങ്ങളെ കല്യാണം സെറ്റായതിനു ശേഷം എൻ്റെ ഉമ്മ എന്നെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, പെങ്ങളോടൊപ്പം തന്നെ നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ? അപ്പൊ ഞാൻ ഉമ്മയോട് പറഞ്ഞു, ഓക്കെ, ഉമ്മക്ക് എന്താണോ ഇഷ്ടം അതനുസരിച്ച് നടത്തിക്കും. അങ്ങനെ എൻ്റെ ഉമ്മ ഉപ്പാനോട് പറഞ്ഞു, ഉസ്താദിനെ ഒന്ന് വിളിച്ച് ആ പെണ്ണിന്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു നോക്കാൻ. ഉപ്പ ഉസ്താദിനെ വിളിച്ചപ്പോ ഉസ്താദ് പറഞ്ഞു, ഞാൻ അന്വേഷിച്ച് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഉസ്താദ് അസ്ർ സമയമാകുമ്പോഴത്തേക്ക് ഉപ്പാക്ക് തിരിച്ചു വിളിച്ച് പറഞ്ഞു, ഇല്ല, ആ പെണ്ണിന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല, ആ പെണ്ണിനെ കല്യാണം അന്വേഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോ അൽഹംദുലില്ലാഹ് നല്ല നിലയ്ക്ക് കല്യാണമൊക്കെ കഴിഞ്ഞു. ഇനി എൻ്റെ ഭാര്യ വീട്ടിൽ എന്താണ് സംഭവിച്ചതെന്ന് പിന്നീടാണ്, കല്യാണ ശേഷമാണ് എൻ്റെ ഭാര്യ എന്നോട് പറയുന്നത്. അതായത് എൻ്റെ ഉപ്പ ഉസ്താദിനെ വിളിച്ച് ആ കല്യാണം അന്വേഷിക്കുന്നുണ്ട്, ആ പെണ്ണ് കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്ന ആ ദിവസമുണ്ടല്ലോ, അതിനു മുമ്പ് തന്നെ എൻ്റെ ഭാര്യക്ക് ഒരു പ്രപ്പോസൽ വന്നിരുന്നു. ആ പ്രപ്പോസൽ വീട്ടുകാരൊക്കെ ഹോൾഡിൽ വെച്ചു, പിന്നെ നോക്കാം എന്ന് ഹോൾഡിൽ വെച്ചു. അങ്ങനെ എൻ്റെ ഉപ്പ ഉസ്താദിനെ വിളിച്ച് അറിയിച്ച അന്നത്തെ ദിവസമാണ് എൻ്റെ ഭാര്യയെ വിളിച്ച് പറഞ്ഞു, മോളെ എന്തായി, നിന്റെ ഉസ്താദ് പറഞ്ഞ ഹുദവി ഉണ്ടോ, ഇല്ലെങ്കിൽ നമ്മൾ ഈ പ്രപ്പോസൽ നിന്നെ ആലോചിക്കാൻ പോവാണെന്നൊക്കെ പറഞ്ഞു. ആ സമയത്താണ് എൻ്റെ ഭാര്യ ഉസ്താദിനെ വിളിക്കുന്നതും ഉസ്താദിനെ അതിനു മുമ്പ് തന്നെ ഉസ്താദിനെ എൻ്റെ ഉപ്പ വിളിക്കുന്നത്. ഇതൊക്കെ വിധിയാണ്, പടച്ചോന്റെ കതിറാണ്. ആ പെണ്ണ് തന്നെ ആവണം എൻ്റെ ഭാര്യ എന്ന് പടച്ചോൻ കതിർ ചെയ്തത് കൊണ്ടാണ് ഇതൊക്കെ നടന്നത്. എൻ്റെ ഭാര്യ തന്റെ ഗുരുവിനെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, ഉസ്താദെ ഹുദവി ഇപ്പൊ എന്താ അന്വേഷിക്കുന്നുണ്ടോന്ന്? ഉസ്താദ് പറഞ്ഞു, ഇന്ന് രാവിലെ ഹുദവിന്റെ പിതാവ് വിളിച്ചിരുന്നു, അവരന്വേഷിക്കുന്നുണ്ട്, നിന്റെ ഉപ്പാനോട് പറഞ്ഞേക്കും. അങ്ങനെ പിതാവിനോട് തന്റെ ഭാര്യ പറഞ്ഞു. അവസാനം അവിടെ പോകാൻ ഒരുങ്ങിയിരുന്ന ആൾക്കാര് നമ്മളെ വീട്ടിലേക്ക് വന്നു. അങ്ങനെ അൽഹംദുലില്ലാഹ് കല്യാണം സെറ്റായി. ഇതാണ് ഞാൻ പറഞ്ഞത്, പടച്ചോൻ നമുക്ക് എന്തെങ്കിലും വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. മാത്രമല്ല പടച്ചോൻ വിധിച്ച ഒരു വിധിയുണ്ടല്ലോ, അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഹൈറുള്ളതായിരിക്കും, അതിന് യാതൊരു സംശയമില്ല. കാരണം പടച്ചോന്റെ കതിരെങ്ങാനും ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഇത്ര നല്ലൊരു ഭാര്യയെ ജീവിത പങ്കാളിയായിട്ട് കിട്ടുമായിരുന്നില്ല, അതിന് യാതൊരു സംശയമില്ല. പടച്ചോന്റെ വിധി കാരണം മാത്രമാണ് ഇത് നടന്നത്. അപ്പോ ഖദർ ഖല്ലായിൽ നാം ഓരോരുത്തരും വിശ്വസിക്കുക. ഇനി ഖദർ ഖല്ലായിൽ വിശ്വാസം അർപ്പിച്ചാൽ മാത്രം പോരാ, അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും വേണം. ഇനി പ്രാർത്ഥനയ്ക്ക് ഏറ്റവും ഹൈറായ സമയമാണ് നമസ്കാരാനന്തരവും, പ്രത്യേകിച്ച് തഹജ്ജുദ് നിസ്കാരത്തിന്റെ സമയം. ഈ തഹജ്ജുദ് നിസ്കാരത്തിന്റെ സമയത്ത് എന്ത് പ്രാർത്ഥിച്ചാലും പടച്ചോൻ ഉത്തരം നൽകും. അതിനും കൂടി സാക്ഷിയാണ് എൻ്റെ കല്യാണം. അത് എങ്ങനെയാണെന്ന് ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതുവരെ ഇൻഷാ അല്ലാഹ് ടേക്ക് കെയർ, മഅസ്സലാമ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.